ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഒരു സുന്ദരമായ ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുന്ദരമായ ഗ്രാമങ്ങളിൽ ഒന്നായിട്ടുള്ള കൊല്ലങ്കോടാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയിലുള്ള എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ കാണാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാനാണ്. അപ്പോൾ ഈ ഒരു വാട്ടർഫോൾ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ട്രെക്കിംഗ് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാടൊക്കെ കയറിയിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. വളരെ ഉയരമുള്ള വെള്ളച്ചാട്ടം ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെയായിട്ട് ചുള്ളിയാർ, മീങ്കര എന്ന അണക്കെട്ടുകളും കൊല്ലങ്കോട് പട്ടണവും വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും ക്ഷീണിതരായി ഈ മലമ്പ്രദേശത്ത് എത്തിച്ചേരുകയും തുടർന്ന് സീതാദേവിക്ക് സ്നാനം ചെയ്യാൻ ശ്രീരാമൻ തൊട്ടടുത്ത അരുവി കാണിച്ചു കൊടുക്കുകയും ആ അരുവിയിൽ കുളിക്കുകയും ചെയ്തു. പിന്നീട് ഈ അരുവി സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥം എന്ന പേരിൽ സീതാർകുണ്ട് എന്ന് ലോപിച്ച് സീതാർകുണ്ട് എന്ന് പേര് വന്നു. സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥത്തിൽ അവിടുത്തെ ആദിവാസി ജനങ്ങളും സീതാദേവിയെ സങ്കല്പിച്ച് പൂജ നടത്തുന്ന ചടങ്ങ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ കാടും മലയും താണ്ടി നമ്മളിതാ ഈ വാട്ടർഫാളിൻ്റെ അവിടെ കറക്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാം അല്ലേ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ കൂടെ വന്നവരൊക്കെ വെള്ളത്തിൽ ചാടി കേട്ടോ. ഞാൻ മാത്രമേ ചാടാത്തുള്ളൂ. ഞാനിവിടെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കറങ്ങി നടക്കുകയാണ്. എല്ലാവരും വെള്ളത്തിലിറങ്ങിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അവിടെ കാണുന്ന ഒരു വലിയൊരു പാറയാണ് കേട്ടോ. അതിൽ കയറണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ തപ്പിപ്പിടിച്ച് നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ കയറാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഫൈനലി ഞാനിതാ ഈ ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നീന്താൻ അറിയുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളെന്തായാലും വരുമ്പോൾ ശ്രദ്ധിക്കണേ. വേറെ ഡ്രസ്സൊന്നും കൈ പിടിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന സമയം എന്തായാലും നല്ല സമയമാണ് കേട്ടോ. വേനൽക്കാലത്തിനും മഴക്കാലത്തിനും ഇടയിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഫോഴ്സിലൊന്നും വെള്ളം വരുന്നില്ല, ഒരു മീഡിയം ലെവലിലാണ് വരുന്നത്. പക്ഷേ തിരിച്ചു പോരുമ്പോഴേക്കും ഞാൻ പകുതിയോളം നനഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ പലരും പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ. വരുമ്പോൾ പലർക്കും പല മനസ്സായിരുന്നു. പക്ഷേ ഇവിടുന്ന് പോകുമ്പോൾ മൈൻഡൊക്കെ ഫുൾ കൂളാക്കിയിട്ടാണ് ഇവിടുന്ന് എല്ലാവരും ഇറങ്ങിയത്. അത്രയ്ക്ക് രസമായിരുന്നു കേട്ടോ. എല്ലാവരും വെള്ളത്തിലിങ്ങനെ എന്താ പറയുക, നീന്തി തുടിച്ച് നടക്കുകയായിരുന്നു. അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ പാലക്കാട് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വാട്ടർഫോൾ മിസ് ചെയ്യരുത് കേട്ടോ. അത്രയ്ക്കും നല്ല രസമായിരുന്നു. ഇടയ്ക്കൊക്കെ കാട് കയറുന്നത് നല്ലതല്ലേ. അപ്പോൾ നമ്മൾ വാട്ടർഫാളിനോട് ബൈ ബൈ പറയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് വാമല എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാനാണ്, ഒരു അമ്പലമാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ അതായിരിക്കും കാണിക്കുക. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.